സെന്റിമെന്റ് അനാലിസിസിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് മൈൻഡ് ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ 5 പാരാമീറ്റേഴ്സിലെ സോഷ്യൽ ഡൊമിനൻസ് എന്ന് പറയുന്ന ഭാഗത്തിന്റെ ഒരു ഇംപ്രൂവ്ഡ് വേർഷനാണ് മൈൻഡ് ഷെയർ എന്ന് പറയുന്നത്. സോ ബേസിക്കലി അതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഷെയർ ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയുടെ തോട്ട്സ്, ഫോക്കസ്, വൈബ്, ചില്ലിങ് അല്ലെങ്കിൽ എൻകറേജ്മെന്റ്, എക്സൈറ്റ്മെന്റ്. അതല്ല തിരിച്ചാണെങ്കിൽ അതിന്റെ ഫഡ്, നെഗറ്റിവിറ്റി, അങ്ങനത്തെ കാര്യങ്ങൾ. സോ ബേസിക്കലി മൈൻഡ് ഷെയർ ഓഫ് മൈൻഡ് ഇൻ ക്രിപ്റ്റോ, ട്വിറ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. സോ ബേസിക്കലി മൈൻഡ് ഷെയർ കൂടി വരികയാണെങ്കിൽ ഒരു പ്രത്യേക ടോക്കണിനെ കുറിച്ച് ആൾക്കാർ കൂടുതൽ സംസാരിക്കുന്നു, ആ ടോക്കണിന് കൂടുതൽ അപ്ഡേറ്റ് വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് മൈൻഡ് ഷെയറിന്റെ ഇമ്പോർട്ടൻസ്? ബേസിക്കലി ഒരു ടോക്കണിന്റെ പ്രൈസ് ആക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ചുള്ള ന്യൂസുകളും ജെന്യുവൻ ആയിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളും ട്വിറ്ററിൽ മെല്ലെ ബബിൾ ചെയ്ത് തുടങ്ങും. അപ്പോൾ ഈ മൈൻഡ് ഷെയർ അവിടെ ഗ്രാജുവലി കൂടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നരേറ്റീവിൽപ്പെട്ട ടോക്കൺ ഏതാണ് കൂടുതൽ അറ്റൻഷൻ വരുന്നത് എന്ന് നേരത്തെ അറിയുന്നതിനും അതിൻ്റെ ആ എനർജി അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് വൈബ് പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ടെക്നിക്കാണ് മൈൻഡ് ഷെയർ എന്ന് പറയുന്നത്.